ബ്രാഹ്മണനായി ജനിക്കുവാൻ മോഹിക്കുന്ന ഒരാൾ, ഒരു സാമൂഹിക സാക്ഷരതയില്ലാത്ത ഒരു വളരെ പോപ്പുലറായ ഒരാൾ നടത്തിയ ഒരു സമീപകാലത്ത് നടത്തിയിട്ടുള്ള ഒരു പ്രസ്താവനയാണത്. അതൊരു പൊട്ടൻ പറഞ്ഞതായി അവഗണിക്കാമെങ്കിലും അതൊരു ഐഡിയോളജിക്കൽ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ടാണ് നടക്കുന്നത്. ദളിതനൊന്നുമല്ലാത്ത ഉയർന്ന ജാതിശ്രേണിയിലെ ഉയർന്ന ഘട്ടത്തിൽ നിലയിലുള്ള ഒരാളാണത് പറയുന്നത്. അയാൾക്ക് പോലും അയാളെക്കാളും മുകളിലുള്ള ബ്രാഹ്മണനാകണം എന്ന് പറയുമ്പോൾ അതിലൊരു വലിയ ഒരു ഐഡിയോളജിക്കൽ ഒരു സ്ട്രാറ്റജി അതിൽ പ്രവർത്തിക്കുന്നുണ്ട്. അത് അയാളേക്കാൾ കീഴക്കിടയിലുള്ളവരാണ് സമൂഹത്തിലെ മഹാഭൂരിപക്ഷം ആളുകളും. അവരിൽ അബോധമായ ഒരു അപകർഷത സൃഷ്ടിക്കാനും ഈ വരേണ്യത, ഈ സോക്കോൾഡ് വരേണ്യതയാണ് യഥാർത്ഥത്തിൽ നാം കാക്ഷിക്കേണ്ടതും നാം ആരാധിക്കേണ്ടതും നാം സ്തുതിക്കേണ്ടതുമായിട്ടുള്ള ഒരു ക്രമം എന്ന് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ പറഞ്ഞ നേരത്തെ ഈ മിസോജനിസ്റ്റിക് ആയിട്ടുള്ള സംഗതികളൊക്കെ സിനിമയിലൂടെ മാത്രം എങ്ങനെയാണ് ഉണ്ടാവുന്നത്? നിങ്ങൾ വീടുകളിൽ അതാണ് ഉണ്ടാക്കുന്നത്. വീടുകളിൽ അച്ഛനമ്മയും വെറുതെ പറയുന്നതല്ല, അവർ ഈ കുട്ടികളെ സാത്വികരായി വളർത്തുക എന്ന അതിമോഹത്താൽ പഠിപ്പിക്കുന്ന ഈ മതവിദ്യാഭ്യാസമാണ് അവരെ ഈ വിവേചനങ്ങൾക്കും ഈ അസമത്വങ്ങളുടെയും എല്ലാം അതിനെല്ലാം സാധൂകരണവും അത് നല്ലതാണെന്നും അതാണ് പുരുഷന്മാർ പാലിക്കേണ്ടതെന്നും പഠിപ്പിക്കുന്നത് ഈ മതങ്ങളല്ലേ? ഏത് മതത്തിലാണ്, ബുദ്ധിസത്തിൽ ഒഴിച്ചാൽ ഏത് മതത്തിലാണ് സ്ത്രീ ഒരു ശരീരം മാത്രമല്ല, അതിന് ചിന്തിക്കുകയും വേദനിക്കുകയും വിചാരപ്പെടുകയൊക്കെ ചെയ്യുന്നൊരു മനസ്സുള്ള ഒരു ജന്തുവാണ് ഈ സ്ത്രീ എന്ന് ഏത് മതമാണ് പഠിപ്പിക്കുന്നത്? അപ്പം മതവിദ്യാഭ്യാസം ലഭിച്ച രക്ഷിതാക്കൾ ഈ മതവിദ്യാഭ്യാസത്തിലൂടെ ഈ കുട്ടികളെ ക്രിമിനലുകളാക്കുന്നു, സാമൂഹിക വിരുദ്ധരാക്കുന്നു, സാത്വികരാക്കുകയാണ് എന്ന ഭാവേന. അത്തരം ആളുകളുള്ള ഒരു സമൂഹത്തിലാണ് ആൾ ദൈവങ്ങൾ എന്ന് പറയുന്ന ആൾക്കാരെടുത്ത് പോയിട്ട് കുമ്പിടുന്ന ശാസ്ത്രജ്ഞന്മാരും ഒക്കെ ഉണ്ടാകുന്നത്. അത്തരം ആളുകളുള്ള സമൂഹത്തിലാണ് ഈ അദ്ഭുത രോഗശാന്തി ശുശ്രൂഷകളുടെയൊക്കെ ഭാഗമായിട്ട് മനോരോഗികൾ കൂടുകയാണ്. ഇവരെല്ലാം എന്താണ് വാസ്തവത്തിൽ ഇവിടെ കേരളയിലും നാലുവരിപ്പാതയും പാലങ്ങളും ഒന്നും അല്ല വേണ്ടത്. ഇവിടെ മനോരോഗാശുപത്രി ഡോക്ടർ കുമാറിനെ പോലുള്ള 10,000-കണക്കിന് ഡോക്ടർമാരെ ഇറക്കുമതി ചെയ്ത് ചികിത്സിക്കേണ്ടുന്ന ഒരു സമൂഹമായി കേരളത്തെ മാറ്റുന്നത് വലിയ പൊളിറ്റിക്കൽ അജണ്ടയുടെ കൂടെ ഭാഗമാണ്. ഇതൊന്നും മതത്തിൻ്റെ മാത്രം താല്പര്യമല്ല. മതങ്ങളെ ഉപയോഗിച്ചിട്ട് രാഷ്ട്രീയാധികാരം ഉറപ്പിക്കുവാൻ വേണ്ടി ഈ മതസ്ഥാപനങ്ങളെ നിലനിർത്തുന്ന ഭരണകൂടങ്ങളുടെ രാഷ്ട്രീയ ഐഡിയോളജിയും എല്ലാം ചേർന്ന സങ്കീർണമായിട്ടുള്ളൊരു സംഗതിയാണ്. ഇവിടെ ആൾ ദൈവങ്ങൾ എന്ന് പറയുന്ന കൊണ്ടാടപ്പെടുന്ന ആൾ ദൈവങ്ങളുണ്ടല്ലോ, ഇവിടുത്തെ മീഡിയ എന്താണ് ചെയ്യുന്നത്? ഇവിടുത്തെ മീഡിയയും ഇപ്പോൾ ഉദാഹരണത്തിന് ഏറ്റവും നല്ല മലയാളികൾക്ക് എക്കാലവും ലജ്ജിക്കേണ്ടുന്ന ഒരു സംഗതിയാണ് രാജ്യത്തിൻ്റെ പരമോന്നതമായ നീതിപീഠം പുറപ്പെടുവിച്ച ഒരു ആത്യന്തിക വിധി തീർപ്പ്. ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശിക്കാമെന്ന വിധി തീർപ്പുണ്ടായപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങളും കേരളത്തിലെ മതഭ്രാന്തി ഇളക്കി വിട്ട് കാത്തിരിക്കുന്ന ഈ രാഷ്ട്രീയ പാർട്ടികളും നടത്തിയ ആ വിധിക്കെതിരെ തെരുവിൽ കലാപം അഴിച്ചു വിട്ടപ്പോൾ ഈ കലാപം നമ്മുടെ ഭരണഘടനയ്ക്കും നമ്മുടെ സുപ്രീം കോടതിയുടെ ഈ വിധി ലംഘിക്കുന്നതിലൂടെ നമ്മുടെ ഭരണഘടനയെയാണ് നമ്മൾ വെല്ലുവിളിക്കുന്നത് എന്ന് മുഖപ്രസംഗം എഴുതാൻ തൊട്ടതിനും പിടിച്ചതിനും കുവൈറ്റിലെയും മറ്റുമൊക്കെ കാര്യങ്ങളെക്കുറിച്ച് മുഖപ്രസംഗം എഴുതുന്ന നമ്മുടെ വൻകിട പത്രങ്ങൾക്കൊന്നും തോന്നിയില്ലല്ലോ. ഭരണഘടനയെ ആരാണ് വെല്ലുവിളിക്കുന്നത്? ഭരണാധികാരികൾ മാത്രമല്ല, ഭരണാധികാരികളുടെ പ്രത്യയശാസ്ത്രത്തിന് വേണ്ടി നമ്മൾ ഓരോരുത്തരും മതങ്ങൾ വെല്ലുവിളിക്കുന്നു. സ്ത്രീ സ്വാതന്ത്ര്യത്തിനെതിരെ വെല്ലുവിളിക്കുന്നത് ആരാണ്? ഭരണഘടന നൽകുന്ന സ്ത്രീകൾക്കുള്ള സ്വാതന്ത്ര്യത്തെ വെല്ലുവിളിക്കുന്നതിൽ മതങ്ങളും ഉൾപ്പെടുന്നില്ലേ? ഇവിടുത്തെ മാധ്യമങ്ങളും ഈ മതങ്ങളോടൊപ്പമല്ലേ? വ്യക്തമാണ്.